സ്നേഹം പങ്കിടാ ഇന്നീ കാസയിൽ സഹനം ചേർത്തിടാ ഈ ലാസയിൽ സ്നേഹം പങ്കിടാ ഇന്നീ കാസയിൽ സഹനം ചേർത്തിടാ പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ ഒരുമയോടർപ്പിച്ചിടാ യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവത്തിനുമുമ്പിൽ ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ ഈശോയുടെ ഉയർപ്പിനായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അവസരത്തിൽ സ്നേഹമുള്ളവരെ നമ്മളും ഈ പരിശുദ്ധ ബലിയിൽ ഈശോയുടെ അനുഗ്രഹങ്ങൾക്കായിട്ട് യാചിക്കുകയാണ്. ഒരു ഉയർത്തെഴുന്നേൽപ്പിനായിട്ട് ലോകം മുഴുവൻ ആഗ്രഹിക്കുമ്പോൾ ഈശോയിലുള്ള ഉയർപ്പിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇവിടെ ആയിരിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും പ്രാർത്ഥനകളിലും എൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഭക്തിപൂർവ്വം ഒരുമിച്ച് ഈ തിരുക്കർമ്മങ്ങളിലും വിശുദ്ധ കുർബാനയിലും ഭക്തിപൂർവ്വം നമുക്ക് പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട്
ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ രാജാവായ മിശിഹായേ, മരണത്തെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത അനന്തമായ കാരുണ്യത്തെ വാഴ്ത്തുന്നു. എൻ്റെ ഉത്ഥാന രഹസ്യം ആഘോഷമാക്കുന്നതിനും ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിനും ഒരുമിച്ച് കൂടി നന്ദി പറയുന്നു. അജ്ഞതിരന്ധകാരത്തിൽ നിന്ന് മോചിതരും പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരും ഉത്ഥാനത്തിന്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ ഇടയാകട്ടെ. ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവ്വം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സൈന്യങ്ങൾ തന്നതി അതിനാഥൻ നമ്മോടൊത്തു വസിക്കുന്നു. യാക്കോബിൻ ബലമാം ദൈവം ഓർക്കുകിൽ നമ്മുടെ അവലംബം. കരഘോഷങ്ങൾ മുഴക്കിടുവിൻ, തിരുസന്നിധിയിൽ ജനതകളെ ആഹ്ലാദാരവമുയരട്ടെ. ദൈവത്തിൻ തിരുഭവനത്തിൽ ദൈവസ്തുതികൾ പാടിടുവിൻ. സ്തോത്രം ചെയ്തു പുകഴ്ത്തിടുവിൻ. കീർത്തനഗീതം വീട്ടിടുവിൻ. നമ്മുടെ രാജാവവനല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ഒന്നാം വായന. ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 60-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളുടെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാകുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക. അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്നും വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ചു നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെയും എഫായിലെയും ഒട്ടകക്കൂട്ടന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ശോഭായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. നബയോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാം വിധം അവ എൻ്റെ ബലിപീഠത്തിൽ വരും. എൻ്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ദൈവമായ കർത്താവിനെ സ്തുതി. രണ്ടാം വായന. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന. 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. പ്രവർത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്. അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ഛിന്ന ഭിന്നമാക്കുന്നു. അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. തൻ്റെ രാജാവിനെ ശക്തി കൊടുക്കും. തൻ്റെ അഭിഷിക്തൻ്റെ ശിരസ് ഉയരുമാറാക്കും. ദൈവമായ കർത്താവിനെ സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുത്താൽ നിർമ്മലകം സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തന്മഹിമാവല്ലോ വാനിലെ മൊഴിയിലും തിങ്ങി
പൊങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 6-ാം അധ്യായം 23 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. നിന്നെ അനുഗ്രഹിക്കട്ടെ. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ടെന്ത്? നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്.
ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ 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 പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെന്നും വാണിടുന്നു, ഭൂതലമഖിലം മോദിക്കട്ടെ. കരയും കടലും തടവില്ലാതെ സ്വരമുച്ചത്തിലുയർത്തിയിടട്ടെ. കർത്താവിൻ സ്തുതി പാടുക മോദം ആനന്ദത്താലാർത്തുവിളിപ്പിൻ. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 28-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. സാബത്തിനു ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു.
അരയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. ഈശോമിശിഹായിൽ ഏറെ സ്നേഹമുള്ള ഇന്ന് ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ പ്രിയ കുഞ്ഞുമക്കളെ, ഒരുപക്ഷെ പല വികാരങ്ങളോടെയാണ് ഈ ബലി അർപ്പിക്കുക. ലോകം മുഴുവൻ അർപ്പിക്കുന്ന ഈ ബലി ദിവസത്തിൽ ബലി അർപ്പിക്കുന്ന വൈദികന്റെ മുമ്പിൽ ആരും ഇല്ലാത്ത ഒരു സാഹചര്യം. ഒരുപക്ഷെ ഇടറിയ വാക്കുകളോടെ ഓരോ വൈദികനും ബലിയർപ്പിച്ച് പൂർത്തിയാവുക. കാരണം ഏറ്റവും വലിയ മനോഹരമായ ഒരു ദിവസത്തിൽ ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികൾ തങ്ങളുടെ രക്ഷകനായ യേശുവിൻ്റെ ഉത്ഥാനം ആഘോഷിക്കുന്ന ഈ പുണ്യ ദിവസത്തിലെ ഒരാൾ പോലും ഇല്ലാതെ ശൂന്യമായ ബലിപീഠങ്ങളും ദേവാലയങ്ങളുമായിട്ട് മാറുമ്പോൾ അവിടെ അർപ്പിക്കപ്പെടുക ദേവാലയ അച്ഛൻ വൈദികൻ ഒറ്റയ്ക്കാണ്. ഒരുപക്ഷെ അതിൻ്റെ സങ്കടമൊക്കെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാകാം. നിങ്ങൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. വലിയൊരു പ്രതീക്ഷയുടെ ദിവസമാണ് ഈസ്റ്റർ. വലിയ സന്തോഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ കടന്നു വരാനിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുടെയൊക്കെ പൂർത്തീകരണത്തിൻ്റെ ദിവസമാണ് ഓരോ ഉയർപ്പ് തിരുനാളും നമ്മൾ ഓർക്കുക. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ഈ ലോക സാഹചര്യങ്ങളെ ചിന്തിച്ച് നോക്കുമ്പോൾ എന്താണ് ഇനി എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കാം. ഈസ്റ്റർ ആഘോഷിക്കുന്നു, ഒപ്പം പുറത്ത് നമ്മൾ അറിയുന്ന പകർച്ചവ്യാധികളുടെയൊക്കെ ഒരുപാട് അവസ്ഥകൾ. എന്താണ് ഇനി എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകാം. അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ വിഷമത്തിൻ്റെ ഒക്കെ ഒരു ചോദ്യം ഉണ്ടായിരിക്കാം. എന്നാണ് ഇത് മാറുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. പ്രതീക്ഷകളുടെ ദിവസമായ ഈ ഉത്ഥാനത്തിൽ ശരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? സന്തോഷത്തിൻ്റെ ഏറ്റവും ആഘോഷമായ ഈ ദിവസത്തിൽ ഞാൻ എൻ്റെ ഉള്ളു തുറന്ന് സന്തോഷിക്കുന്നുണ്ടോ? ഒരു ഉത്തരവുമില്ലാത്ത ചില ചോദ്യങ്ങൾ അച്ഛൻ ചോദിച്ചത്. ഒരുപക്ഷെ ഉത്ഥാനത്തിലേക്കുള്ള വഴികൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കാനായിട്ടുണ്ട്. ഓശാന ഞായറാഴ്ചത്തെ ആഘോഷങ്ങളിൽ നിന്ന് തുടങ്ങി അതിങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഈശോയുടെ മരണത്തിലേക്കും ഈശോയുടെ ഉത്ഥാനത്തിലേക്കും അടുത്തു വരുമ്പോൾ സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക, എന്താണ് ഈസ്റ്ററിൻ്റെ യഥാർത്ഥ സന്ദേശം എന്നത്? വെറുമൊരു ഉയർപ്പാണോ? വെറുമൊരു പ്രതീക്ഷയാണോ? വെറുമൊരു ആഘോഷമാണോ? ചിന്തയാണോ? അതിനേക്കാൾ അപ്പുറത്ത് എന്താണ് യഥാർത്ഥത്തിലെ ഈസ്റ്റർ നൽകുന്ന സന്ദേശം? അത് സഹനത്തിൻ്റെ സന്ദേശമാണ്, അത് എളിമപ്പെടലിൻ്റെ സന്ദേശമാണ്, അത് പ്രാർത്ഥനയുടെ സന്ദേശമാണ്. സ്നേഹമുള്ളവരെ, പെസഹ വ്യാഴാഴ്ച കടന്നുപോയി. ഒരുപക്ഷെ നമ്മൾ ടി വിയിലായിരിക്കാം കണ്ടിരിക്കുക, പക്ഷേ തിരുക്കർമ്മങ്ങൾ മാത്രമേ നമ്മൾ പങ്കെടുത്തിട്ടുള്ളൂ. എല്ലാ വർഷവും നടത്തുന്ന ഒരു ഏറ്റവും ആഗ്രഹിച്ച് കൊതിച്ച് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുക. ഒരുപക്ഷെ ആ രംഗം നൽകുന്ന സന്ദേശമുണ്ട്. ഒന്നും പറയാതെ തന്നെ ആ രംഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. എളിമപ്പെടലിൻ്റെ, താഴ്മയുടെ ഈസ്റ്ററാണ് ഞാൻ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുക. മറ്റൊരു ദിവസത്തേക്ക് കടന്നു വരുമ്പോൾ ദുഃഖവെള്ളിയാ, സഹനത്തിൻ്റെ ഈസ്റ്ററാണ് ഞാൻ ആഘോഷിക്കാനിരിക്കുന്നത്. ഈശോ അനുഭവിച്ച പീഡകളും സഹനങ്ങളും ഒരുപാട് കടന്നു പോകുമ്പോൾ, ഒരു ദുഃഖവെള്ളിയും കൂടി കടന്നു പോകുമ്പോൾ, ഈസ്റ്ററിലേക്ക് ഏറ്റവും അടുത്തെത്തിയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സഹനങ്ങളുടെ ഈസ്റ്റർ ആയിരുന്നു ഞാൻ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങി ഇന്നിവിടെ വന്നിരിക്കുക. കഴിഞ്ഞ ദിവസം ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച ഏറ്റവും സഹനത്തിൻ്റെ ദിവസമാണ്. നമ്മൾ പലപ്പോഴും ഒരു നേരമൊക്കെ എടുത്ത് ഈശോയുടെ സഹനങ്ങളോട് ചേരാറുണ്ട്. എൻ്റെ ഈശോ കാൽവരി മലയിലെ സ്വന്തം ജീവിതം നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച ആ പുണ്യ ദിവസം, 3 ആണികളാലെ മരക്കുരിശില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആരുമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയൊരു ദിവസം, ഒരുപക്ഷെ സഹനങ്ങളുടെയും വേദനകളുടെയും ഒക്കെ ഒരു ദിവസമായിട്ട് നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയെ കാണുക. എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇടവകയിൽ നിന്ന് ഒരു കുഞ്ഞുമകള് സ്വർഗത്തിലേക്ക് ഈശോയുടെ അരികിലേക്ക് പോവുകയാണ്. ഒരുപാട് സങ്കടം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. കാരണം ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം, പ്രിയപ്പെട്ട മകളുടെ ആ മരണം ഒപ്പം ആർക്കും കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനൊരു സഹനത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്,
കഴിഞ്ഞ ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമുക്കറിയാം, അച്ഛന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കുക ഒറ്റയ്ക്ക്, ആരുടെയും സാന്നിധ്യമൊന്നുമില്ല. അങ്ങനെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു കുടുംബമുണ്ട്. ആ 2 കുടുംബത്തിലെ അമ്മമാര് കണ്ടുമുട്ടുന്നൊരു കാഴ്ച ഒരു പക്ഷേ വേദനയോടെയാണ് ഞാൻ കണ്ടത്. മകൾ നഷ്ടപ്പെട്ട അമ്മയും മകൻ നഷ്ടപ്പെട്ട ഒരമ്മയും തമ്മിൽ കൂടിക്കാണുകയാ. അവരുടെ മക്കളുടെ കല്ലറയ്ക്ക് അരികിലായിട്ട് അവർ കാണുമ്പോൾ ഇത്ര ദിവസം കാണാത്തതിൻ്റെ വിശേഷങ്ങൾ അവർ തമ്മിൽ പറയുന്നില്ല, സന്തോഷങ്ങളില്ല, മറ്റ് നല്ല വാക്കുകൾ അവർക്ക് പരസ്പരം പറയാനായിട്ടില്ല. ഒരുപക്ഷെ കുരിശിൻ്റെ വഴിയിലെ 4ാമത്തെ രഹസ്യത്തിൽ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ. ഒരുപക്ഷെ ഈശോയും മാതാവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ മനോഹരമായ വരികളിൽ അത് എഴുതി വെച്ചു. ഇവിടെ മക്കൾ നഷ്ടപ്പെട്ട 2 അമ്മമാരുടെ കണ്ടുമുട്ടലാണ് ഞാൻ കണ്ടത്. ഒരുപക്ഷെ ദുഃഖവെള്ളിയാഴ്ച സ്വന്തം മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദനയാണെങ്കിൽ ഈ ഒരു വേറൊരു വെള്ളിയാഴ്ച വരുമ്പോൾ 2 മക്കൾ നഷ്ടപ്പെട്ട 2 അമ്മമാരുടെ വേദന കണ്ടു. ഒരുപക്ഷെ സഹനത്തിന്റെ ദുഃഖവെള്ളിയായിരിക്കാം അവർക്ക് ഈസ്റ്റർ നൽകിയത്. പ്രതീക്ഷകളില്ലാത്ത, സഹനങ്ങൾ നിറഞ്ഞ, സങ്കടങ്ങൾ നിറഞ്ഞ ഒരു ദിവസം. പക്ഷെ അവിടെ നിന്ന് ഓർക്കുമ്പോൾ, ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന ചില മാറ്റങ്ങൾ, സന്തോഷത്തിൻ്റെ, പ്രതീക്ഷയുടെ, പ്രാർത്ഥനയുടെ, പ്രകാശത്തിൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ ദുഃഖവെള്ളിയിൽ ഒതുങ്ങുന്നതല്ല എൻ്റെ ഈസ്റ്റർ എന്ന് മനസ്സിലാക്കുകയാണ്. സഹനങ്ങളിൽ തീരുന്നതല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. അവൻ്റെ ജീവിതം പ്രതീക്ഷകൾ നിറഞ്ഞ ഈസ്റ്ററിലേക്ക്, പുനരുത്ഥാനത്തിലേക്ക് എത്തിച്ചേരേണ്ട ജീവിതമാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ വഴിയിൽ കണ്ടുമുട്ടിയ ചില വ്യക്തികളുണ്ട്. വെറോനിക്ക ആദ്യം മടിച്ചു നിന്നവളാ ഈശോയുടെ അരികിലേക്ക് എത്താനായിട്ട്. ശിമിയോൻ ആദ്യം കുരിശെടുക്കാനായിട്ട് മടിച്ചവനാ. നിക്കോദെമോസ് ഈശോയുടെ കൂടെ വരുവാനായിട്ട് അവൻ്റെ അധികാരവും സ്ഥാനമാനങ്ങളും അവനെ സമ്മതിക്കാത്തവനാ. പക്ഷേ കുരിശിൻ്റെ വഴിയിൽ അവരൊക്കെ എല്ലാം മറന്നുകൊണ്ട് ഈശോയുടെ പിന്നാലെ ഓടി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെ തടസ്സം നിന്നാലും എൻ്റെ ഗുരുവിൻ്റെ അരികിലെത്താനായിട്ട് ഓടി വരുന്ന വെറോനിക്കയെ നമ്മൾ കാണുന്നു. കുരിശെടുക്കാൻ മടിച്ചവൻ കുരിശ് തിരിച്ചു കൊടുക്കാനായിട്ട് മടിക്കുന്നതായിട്ട് കാണുന്നു. കുരിശിൽ കിടന്ന ഈശോയുടെ മൃതദേഹം ഏറ്റവും ആദ്യം എടുക്കാനായിട്ട് നിക്കോദെമോസ് ഈശോയുടെ അരികിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. തള്ളിപ്പറഞ്ഞവനും ഓടി ഒളിച്ചവനും ഈശോയുടെ അരികിലേക്ക് ഓടിയെത്തുന്നു. സ്നേഹമുള്ളവരെ, സഹനങ്ങളിൽ വഴിമാറി പോകേണ്ട ജീവിതമല്ല എൻ്റേത്. സഹനങ്ങൾ വരുമ്പോൾ ഒളിച്ചോടി പോകേണ്ട ജീവിതമല്ല എൻ്റേത്. മരിച്ച് എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്യുന്ന ഒരു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിലനിൽക്കുമ്പോൾ ആ ക്രിസ്തുവിനോട് ചേർന്ന് ഉത്ഥാനം ചെയ്യാനായിട്ട് ഈ വർഷത്തെ ഈ പുനരുത്ഥാന തിരുനാൾ ദിവസം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പ്രതീക്ഷകൾ അസ്തമിക്കേണ്ടതില്ല, പ്രാർത്ഥനകൾ നിർത്തേണ്ടതില്ല. മറിച്ച് പ്രതീക്ഷയോടുകൂടെ എനിക്ക് വേണ്ടി മരിച്ച് പീഡകളേറ്റ് ഉത്ഥാനം ചെയ്ത ഒരു ക്രിസ്തു എൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഇരുട്ട് മാറ്റുവാനായിട്ട്, പ്രകാശം നിറഞ്ഞ നല്ല ദിനങ്ങൾ കടന്നു വരാനായിട്ട് എൻ്റെ പ്രാർത്ഥനകളും ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. ഒരു പക്ഷേ അച്ഛൻ ഒരിക്കൽ കൂടി പറയുക, അത് ഒരു ഭാഗ്യമായിരിക്കാം. ഒരുപാട് തിരക്കുകളുള്ളവരാണ് നമ്മൾ. പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല, എൻ്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ സമയമില്ല, അവരെ സ്നേഹിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ തിരക്കുകൾക്കിടയിലൂടെ ഓടിപ്പോയവരാ. വെള്ളിയാഴ്ച പോലും ഒരുപക്ഷെ എനിക്ക് തിരക്കായിരുന്നു. ഈ വെള്ളിയാഴ്ച, പെസഹ വ്യാഴാഴ്ച എൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഞാൻ അപ്പം മുറിച്ചു. വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ കുടുംബത്തിൽ. ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു അനുഭവമായിരുന്നു. എൻ്റെ കുടുംബാംഗങ്ങളോട് കൂടെ ഒരു പെസഹ വ്യാഴാഴ്ച ഞാൻ ആചരിച്ചു. ദുഃഖ വെള്ളിയാഴ്ച ജോലി തിരക്കുകളായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഇന്ന് ഞാൻ എൻ്റെ ഈശോയോടൊപ്പം ആയിരിക്കാനായിട്ട് ഒരുപാട് സമയം കണ്ടെത്തി. എൻ്റെ ഈശോയുടെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട്, ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സമയം ലഭിച്ചു. ഒരു സന്തോഷത്തിൻ്റെ ഈസ്റ്റർ വന്നിരിക്കുക, സമാധാനത്തിൻ്റെ ഈസ്റ്റർ.
പരസ്പരം കലഹങ്ങളില്ലാത്ത, സന്തോഷവും സമാധാനം നിറഞ്ഞ, പ്രതീക്ഷകൾ നിറഞ്ഞ പ്രകാശത്തിൻ്റെ ഒരു ഈസ്റ്റർ വന്നിരിക്കുക. ഈ ഒരു അവസരം ലഭിച്ചതിനോട് നന്ദി പറയാം. ഒപ്പം നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ അവസ്ഥകളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ. നിന്നോടല്ലാതെ മറ്റാരോടും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ടില്ല. എല്ലാവർക്കും ബലമായിട്ട്, ശക്തിയായിട്ട് നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. പ്രതീക്ഷകൾ നിറഞ്ഞ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. അവർക്കൊരിക്കൽ കൂടി ഈ വലിയ തിരുനാളിൻ്റെ, ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ മംഗളങ്ങളേറെ സ്നേഹത്തോടു കൂടെ നേരുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും സമാധാനമായ മിശിഹായി, നിന്റെ ഉത്ഥാനത്തിന്റെ സമാധാനം ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്നരുൾ ചെയ്ത മിശിഹായി, നിന്റെ ഉയർപ്പിന്റെ സമാധാനത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കല്ലറയിൽ നിന്നുയർക്കുകയും ലോകത്തെയും തൻ്റെ സഭയെയും ശാശ്വതമായ സമാധാനത്തിൽ നിറയ്ക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ സമാധാനത്താൽ ഞങ്ങളെ സമ്പന്നരാക്കുന്ന മിശിഹായെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ വേദനകളിലും പ്രതിസന്ധികളിലും നീ നൽകിയ സമാധാനം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർപ്പാപ്പ, ശ്രേഷ്ഠ മെത്രാപോലിത്തമാർ, മെത്രാന്മാർ എന്നിവരുടെയും അവരുടെ എല്ലാ സഹശുശ്രൂഷികളുടെയും സമാധാനത്തിനും സുസ്ഥിതിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായി, നിന്റെ സഭയിൽ സദാ സന്നിധനായി നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലിജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിനും കുടുംബത്തിനും നൽകണമേ. നിരന്തരം വസിക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവം കൃപാസമുദ്രത്തിൽ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനി നിണവുമിതാ, പാവന ബലിപീഠേ, സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവും
സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തിറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാദവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രവാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ
നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ, ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും മിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ, വീണ്ടും വരുവോനും തന്നെ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇരുകരങ്ങളും കൂട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പുനരുത്ഥാനം നൽകുന്ന പ്രതീക്ഷയുടെ അടയാളങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് നയിക്കാനുള്ള വലിയ മാർഗങ്ങളായിരിക്കുക. സഹനങ്ങളിലും വേദനകളിലും അവസാനിക്കുന്നതല്ല എൻ്റെ ജീവിതം. ഒരു ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് അപ്പുറത്ത് സന്തോഷത്തിൻ്റെ ഒരു ഈസ്റ്റർ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ്. എത്രമാത്രം ഞാൻ സഹിച്ചാലും എത്രമാത്രം വേദനയിലൂടെ ഞാൻ കടന്നുപോയാലും എൻ്റെ ഈശോയുടെ ഉയർപ്പിൻ്റെ പ്രതീക്ഷകൾ
എനിക്ക് ആശ്വാസമാകുന്നുള്ള വലിയ സന്ദേശം നൽകുന്ന ഈ ദിവസം പുനതമ്പുരാനെ എൻ്റെ വേദനകളും എൻ്റെ സഹനങ്ങളും അങ്ങർപ്പിച്ച കാൽവരി ബലിയിലേക്ക് എൻ്റെ ജീവിത ബലിയെയും ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും ജീവിതത്തിലെ ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പുണ്യമായ നിമിഷത്തിൽ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഈശോ സ്ഥിരീകരിക്കാൻ കഴിയാതെ വേദനയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ആശയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടും പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർദരസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുക. ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതമതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങളും യാചനാരൂപത്തിൽ നമുക്ക് നിവർത്തിപ്പിടിക്കാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് എൻ്റെ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം. എൻ്റെ സഹോദരന് വേണ്ടി, ലോകത്തിന് വേണ്ടി
ഞങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി, സഹിക്കുന്നവർക്ക് വേണ്ടി തമ്പുരാനെ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നിയോഗങ്ങളോട് ചേർത്ത് എൻ്റെ സഹോദരൻ്റെയും സഹജീവികളുടെയും നിയോഗങ്ങൾ ഏൽപ്പിച്ചു തരുമ്പോൾ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായ്ക്കും അതിരൂപത അധ്യക്ഷനായ ആൻഡ്രോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും വത്സല പിതാക്കന്മാരായ ജേക്കബ് പിതാവിനും ടോണി പിതാവിനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യസ്തർ, വൈദിക വിദ്യാർത്ഥികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. വിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ദൈവജനത്തിനു വേണ്ടിയും രോഗങ്ങളാലും വേദനകളാലും ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും കടബാധിതയാൽ നിരാശയിൽ ജീവിക്കുന്നവർക്കും അന്നു വേണ്ട ആഹാരത്തിനായി രാപ്പകൽ അധ്വാനിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടവകയാകുന്ന ഈ കുടുംബത്തിനും ഞങ്ങളെ നയിക്കുന്ന വൈദികർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ എന്നിവർക്കു വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നവരും ഞങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും കുഞ്ഞുമക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാർക്കും അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്ന പിഞ്ചു മക്കൾക്കു വേണ്ടിയും അനാഥർക്കും വിധവകൾക്കും വിവാഹത്തിനായി ഒരുങ്ങുന്നവർക്കും ജോലിക്കായി പരിശ്രമിക്കുന്നവർക്കും ഭവനമില്ലാത്തവർക്കും ഞങ്ങളെല്ലാ യുവജനങ്ങൾക്കു വേണ്ടിയും മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ ജീവിത ബന്ധങ്ങൾക്കും വിശ്വാസത്തിനും അടിമപ്പെട്ടവർക്കും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനങ്ങൾ, വിവാഹ വാർഷികങ്ങൾ ഓർക്കുന്ന എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും ഈ പരിശുദ്ധമായ ബലിപീഠത്തിങ്കൽ ഓർക്കുന്നവരെയും അവരുടെ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും ജീവിതത്തിനും കണ്ണുനീരിനു വേണ്ടിയും ഞങ്ങളുടെ ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായ വിധം പകർച്ചവ്യാധികളിൽ ക്ലേശിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കു വേണ്ടിയും മരണം മൂലം വേർപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും രോഗികളായവരെ ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും കർത്താവായ ദൈവമേ, അയോഗ്യനും ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടിയും കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷക്തന്റെ ശരീരത്തിൽ അർപ്പിക്കുന്ന ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അവർ നിന്നും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും പ്രിയപുത്രനായ യേശുവെന്ന് എല്ലാവരും അറിയട്ടെ. രക്ഷകനും നാഥനുമായ ശംശയാവെന്ന് ജീവിതാകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രഥസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമുദീസായുടെ സജീവം ജീവിതായ അടയാളത്താൽ മുദ്രിതരും കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നിർമ്മലത്തിന്റെ വിശുദ്ധയുടെ മാർഗം
പഠിപ്പിച്ചുവെന്നെല്ലാ മനുഷ്യരറിയട്ടെ. എളിവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് തിരുസന്നിധിയിൽ നിൽക്കുന്നു. രക്ഷകനാഥനുമായ ശംശനായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മകനെയും ഭയഭക്തജനകവും ജീവിതായകമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ ദൈവജനത്തിന്മേൽ മുള്ളി വസിക്കണമേ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടൊന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമങ്ങിയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം.
കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. എൻ്റെ ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോകല്ലേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനത്തിന് ആചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരുടെ കൂടെ അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരു രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരുണ്യത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉത്ഥാനത്തിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശാന്തി പകർന്നിടുവാൻ ക്രൂശിതനായൊരു നാദാനിൻ ഉത്ഥാനം പരമാ
സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. കൊറോണ വൈറസ് ബാധയിൽ നിന്നും സംരക്ഷണത്തിനായിട്ടുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിലവെ നിവാസികളെ പോലെ അനുതാപവും പ്രാശ്ചിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരണത്താൽ സംരക്ഷിക്കണമേ. ആമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലാണ് ഇരിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ ഇരിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ ഈസ്റ്റർ ദിനത്തിൻ്റെ പ്രാർത്ഥന ആശംസകൾ ഏറെ സ്നേഹത്തോടു കൂടെ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.